എന്റെ ചോറ്റുപാത്രം ഇതാ. സാമ്പാർ, പച്ചക്കറി ഒന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് നമ്മളത് ഉരുളക്കിഴങ്ങും അമരപ്പയറും മാത്രം ഇട്ടൊരു സാമ്പാർ പരിപ്പ് തൊട്ട് അത്രേ ഉള്ളായിരുന്നു. പിന്നെ ഇത് പുളിയിഞ്ചി നമ്മളെ സ്പെഷ്യൽ ചമ്മന്തി. ഇത് സ്പെഷ്യൽ ചമ്മന്തി പൊളി മാസാ മോളെ, നല്ലോണം തിന്നാം. ഇനി തോരയുണ്ട്, വെണ്ടയ്ക്ക, പിന്നെ പുളിയിഞ്ചി അങ്ങനെ എടുത്തോ, പിന്നെ കാന്താരി മുളക് അച്ചാറുണ്ട്, ഞാൻ സാമ്പാർ, ഉണക്കമീൻ പൊരിച്ചതുണ്ട്. അതാ നമ്മുടെ പോളി മാസാണ്. ചമ്മന്തി കൂടി തിന്നിട്ട്. ചമ്മന്തി ഒരു സ്പെഷ്യലാണ്. ഹായ്, മഴയാണ്, ഭയങ്കര മഴ, ഇടിമിന്നൽ മഴ, വെള്ളപ്പൊക്കം. കേട്ടില്ലേ അമ്മ പാറ വിളിച്ചത് മോന്ത വരുന്നെന്ന് പറഞ്ഞാണ്. അങ്ങനെയാണ് കാര്യങ്ങൾ. ചോറും വെണ്ടയ്ക്കയും മുളകും, പുളിമുളകും, സ്പെഷ്യൽ ചമ്മന്തി. തേങ്ങ അരച്ചാൽ മാത്രമേ ചമ്മന്തിയായിട്ട് കൂട്ടുകൊള്ളാം. സൂപ്പറാണ് സംഭവം. പൊളി 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 ഒരേ പൊളി. ഇവിടെ ഒരാളിരുന്ന് മിണ്ടാതെ പറയുന്നത്. പുളിയിഞ്ചി ഉണ്ട്, ഞാനൊന്നും മിണ്ടൂല. മീൻകറി ഇല്ലാത്തോണ്ട്. മീൻകറി ഇല്ലാത്ത ദിവസം അവള് മിണ്ടൂല. ഇന്നുകൂടാ എന്നെ എൻ്റെ അച്ഛൻ പഠിപ്പിച്ചിട്ടുണ്ട്. വേറൊന്നും കേട്ടില്ലെങ്കിൽ അത് ഞാൻ കേട്ടു. അപ്പൊ നമ്മളെ അച്ചാറുകളില് നമ്മളൊരു സ്പെഷ്യൽ ഉണ്ടാക്കുന്നുണ്ട് ഇന്ന്. വളരെ സ്പെഷ്യല് എന്ന് വെച്ചാൽ ഒരു നൈമിത്രയുടെ മാസ്റ്റർ പീസ് വെറൈറ്റി. അതിനെ കുറിച്ച് വിവരണമൊക്കെ തരാം. അപ്പോൾ ഉണ്ടാക്കാൻ പോണേയുള്ളൂ. എന്തായാലും പ്രവാസികൾക്കും ഹോസ്റ്റലുകളിൽ താമസിക്കുന്നവർക്കും ഒക്കെ ഇഷ്ടപ്പെടും. അതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വായു.